ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. ഒരുപാട് പാടൊന്നുമില്ലാതെ നമ്മുടെ മസാലയൊന്നും വഴറ്റാതെ ഉള്ളിയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ചെറിയൊരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ഒരുപാട് പാടൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സ്നാക്സ് കഴിക്കാൻ നേരത്ത് ഒരുപാടൊന്നും തണുത്ത് പോവാതെ ഒരു ചെറു ചൂടോടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല പുറം ബാക്കിയാണെങ്കിൽ നല്ല പോലെ തന്നെ ക്രിസ്പിയായിട്ട് ശരിക്കും മുരിഞ്ഞ് ഉള്ളൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ അടിപൊളി സ്നാക്സ് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഉള്ളിൽ വെക്കാനായിട്ട് ഒരു ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ഒരുപാട് വലുതൊന്നും വേണ്ട, ഒരു മീഡിയം സൈസുള്ള സവാള, അത് തീരെ കനം കുറഞ്ഞ് ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുക്കുംബറാണ് വേണ്ടത്. അപ്പോൾ കുക്കുംബറും ഒരുപാടൊന്നും വേണ്ട, ഒരു കുക്കുംബറിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള കുക്കുംബറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം അത്രമാത്രം മതി. അതും ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ നമ്മുടെ ഈ പച്ച കളറിലുള്ള ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും ഇതേപോലെ തന്നെ നന്നായിട്ട് കനം കുറച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഒരു ചെറിയൊരു പിടി മല്ലിയിലയാണ്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയൊരു കൈപ്പിടി അത്രമാത്രം മതി. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ഇതേപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടി നമ്മുടെ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 2 പിഞ്ച് നമ്മുടെ ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ഒരുപാടായി പോരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മസാല കുത്തുണ്ടാവും. ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു 2 നുള്ളു അത്രമാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് മയോണൈസോ അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 നിറച്ച് വലിയ ടേബിൾ സ്പൂൺ എടുത്ത് മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മയോണൈസിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അമുലിൻ്റെ നമ്മുടെ ക്രീം ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഒരുപാടൊന്നും വേണ്ട, ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. കണ്ടല്ലോ, നമ്മുടെ ഫില്ലിങ്ങിനാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കൂടി തന്നെ ഞാനൊരു 2 മുട്ട പുഴുങ്ങിയതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. 2ആയിട്ടൊന്നുമല്ല, ചെറുതായിട്ട് വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയോ. ഇതേപോലെ നമ്മുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരേപോലെ കിട്ടാൻ പാകത്തിന് ഇതേപോലെ റൗണ്ടിൽ ഇങ്ങ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് കനത്തിലും ആയി പോകരുത്, എന്നാൽ തീരെ കനം കുറഞ്ഞും ആയി പോകരുത്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിങ്ങ് മുറിച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു പാത്രം, ആ ബ്രെഡിൻ്റെ ഉള്ളിൽ കൊള്ളാൻ പറ്റാവുന്ന ഒരു പാത്രം വയ്ക്കുക. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് തന്നെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഇങ്ങ് കട്ട് ചെയ്തെടുക്കുക. കണ്ടത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ബാക്കി വന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് കളയണ്ട. നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ക്രംസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ബാക്കി എല്ലാ ബ്രെഡും ഇതേപോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ 2 ബ്രെഡ് എന്ന് പറയുന്നത് ഒരു സ്നാക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്കി എത്ര സ്നാക്സ് വേണോ അതനുസരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ മൊത്തം 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതായത് 4 സ്നാക്സിന് വേണ്ടിയിട്ടാണ് 8 ബ്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് നേരെ സ്നാക്സ് അങ്ങ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു ബ്രെഡ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതങ്ങ് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് നല്ല കനമുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ പതുക്കെ നമ്മുടെ ചപ്പാത്തിക്കോൽ ഉപയോഗിച്ച് ഒന്ന് പരത്തിയിട്ട് വേണം ഈ ഫില്ലിംഗ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ട്. നല്ല കനമുള്ള ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഫില്ലിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയും കൂടി വെച്ച് കൊടുക്കുക. ഇനി മറ്റൊരു ബ്രെഡും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൈവച്ച് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ നല്ലതുപോലെ തന്നെ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് മുട്ടയും വെച്ച് ബാക്കി എല്ലാ സ്നാക്സും നമുക്ക് ഇവിടെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ലതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് കനമില്ലാത്ത ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാനൊന്ന് പരത്താതെ ഇരുന്നത്. ഒരുപാട് കനാണെന്നുണ്ടെങ്കിൽ ഒന്ന് പരത്തി കൊടുക്കുക.
അങ്ങനെ 8 ബ്രെഡ് ഉപയോഗിച്ച് നമ്മൾ 4 സ്നാക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നേരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കോട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ മൈദയുടെ കോട്ടിങ്ങാണ് ഉപയോഗിക്കുന്നത്. ഒരു നിർബന്ധമില്ല മൈദയുടെ കോട്ടിങ് ഉപയോഗിക്കുന്നത്. കയ്യിൽ മുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല മുട്ട കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു മുട്ടയും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഉപ്പും കൂടി ചേർത്ത് ഒന്നിങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയോ. കൂടെ തന്നെ ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മുട്ട ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദയും കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ മൈദയുടെ മിക്സ് ഉപയോഗിച്ച് ഒന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോൾ സ്നാക്സിനാണെന്നുണ്ടെങ്കിലും കുറച്ച് കനത്തിലായിരിക്കും സ്നാക്സ് വരുന്നത്. മൈദ ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു കനത്തിലായിരിക്കും, ചെറിയൊരു കട്ടിപ്പിലായിരിക്കും വരുന്നത്. ആ സമയത്ത് നമ്മൾ മുട്ടയും പാലും ഒന്ന് ബീറ്റ് ചെയ്തിട്ടാണ് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ കനമില്ലാതെ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ സ്നാക്സ് ഇരിക്കും കേട്ടോ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ വേണ്ടത് നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ്. അപ്പം ഞാൻ നേരത്തെ റെഡിയാക്കി നമ്മൾ കട്ട് ചെയ്ത് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിൽ ഒന്നിങ്ങ് പൊടിച്ചെടുത്തതും കൂടിയാണ്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് മൈദയുടെ മിക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ മിക്സിലോ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നേരെ ബ്രെഡ് ക്രംസിലേക്ക് മുക്കി നല്ല രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ ഈ ബ്രെഡ് ക്രംസ് സ്നാക്സിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും സൈഡിലും അതേപോലെ തന്നെ പുറം ഭാഗത്തും അടിഭാഗത്തും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന 3 സ്നാക്സും ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നേരെ നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും നമ്മുടെ സ്നാക്സ്. കേട്ടോ, 4 എണ്ണം നന്നായിട്ട് തന്നെ ഇവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്നാക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എത്ര സ്നാക്സ് വേണമെന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ 2 വീതം വെച്ചിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്കും കുറച്ച് ഇതേപോലെ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് ഒരുപാട് അങ്ങ് കൂട്ടിയൊന്നും വെക്കേണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. ഒരു വശമൊക്കെ റെഡി ആയിട്ടുണ്ട്. പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 2 വശം കളറൊക്കെ ഒന്ന് മാറി നല്ല പോലെ തന്നെ ഇങ്ങനെ റെഡി ആയിട്ട് വരുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 2 വശം കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൊരിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് കോരിയെടുത്ത് മാറ്റി വെച്ച് ബാക്കി നമ്മുടെ 2 സ്നാക്സും ഇതേപോലെ തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കോട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ മൈദയുടെ മിക്സ് ഉപയോഗിക്കാം. മൈദയുടെ മിക്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്സിന് കുറച്ച് കട്ടിപ്പ് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ടയിൽ കുറച്ച് പാലൊഴിച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് ചെയ്താലും മതിയാവും. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഏതാണോ ടേസ്റ്റ് ഇഷ്ടം അതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ 4 സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് 2 എണ്ണം മാത്രം മതിയാവും ഒരാളുടെ വയറ് നിറയാനായിട്ട്. അപ്പോൾ ഒരുപാടങ്ങ് തണുത്തൊന്നും പോവാതെ ചെറു ചൂടോട് കൂടി കഴിക്കുക. പുറം ഭാഗമൊക്കെയാണെങ്കിലും നല്ല പോലെ തന്നെ മുരിഞ്ഞ് ശരിക്കും ക്രിസ്പിയായിട്ട്, ഉള്ളിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ മയോണൈസിൻ്റെ ഫില്ലിങ്ങും മുട്ടയും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മസാലയൊന്നും ഒട്ടും തന്നെ വഴറ്റാതെ അതേപോലെ തന്നെ കുഴയ്ക്കോ പരത്തോ ഒന്നും ചെയ്ത് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി സ്നാക്സ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൊണ്ട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ. കണ്ടോ, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിതേപോലെ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.